ഇറാന്റെ പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നിലപാടുകൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വളരെ സങ്കീർണമായൊരു ഇരട്ട തന്ത്രമാണ് പയറ്റുന്നതും. ഒരു വശത്ത് തങ്ങളുടെ തകർന്നടിഞ്ഞ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി അവർ അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാവുകയും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ മറുവശത്ത് തങ്ങളുടെ സൈനിക വീര്യത്തിലോ പ്രാദേശിക സ്വാധീനത്തിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. നയതന്ത്ര തലത്തിൽ പുഞ്ചിരിക്കുമ്പോഴും മറുകയിൽ ആയുധങ്ങളുമായി അതിർത്തി കാക്കുന്ന ഈ രീതി അമേരിക്കയ്ക്ക് മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയുള്ളതാണ്. തങ്ങളെ ഉപരോധങ്ങൾ കൊണ്ട് മാത്രം തളർത്താൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശം വാഷിംഗ്ടണിലെ ഭരണകർത്താക്കൾക്ക് നൽകാൻ ഇതിലൂടെ ഇറാന് കഴിയുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ കരാറിന്റെ ആയുസ് പൂർണ്ണമായി നിർണ്ണയിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വരും ദിവസങ്ങളിലെ നീക്കങ്ങളാണ്. വൈറ്റ് ഹൌസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയൊരു തെറ്റായ നീക്കം പോലും മേഖലയെ വീണ്ടും ഒരു വലിയ യുദ്ധമുഖത്തേക്ക് തള്ളിവിട്ടേക്കാം. കരാർ പരാജയപ്പെടുകയാണെങ്കിൽ അത് കേവലം ഇരു രാജ്യങ്ങളെ മാത്രമല്ല, മറിച്ച് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളെയും ആഗോള എണ്ണ വിപണിയും ഒരേപോലെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി മാറും. സമാധാനത്തിന്റെ ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആഴത്തിലുള്ള അവിശ്വാസം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കും തന്ത്രപരമായ നീക്കങ്ങൾക്കും വഴിമാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നയതന്ത്രത്തിന്റെ പാതയിലൂടെ ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുമോ അതോ കരാർ ലംഘനത്തിന്റെ പേരിൽ ഇറാൻ കടുത്ത തിരിച്ചടി നൽകുമോ എന്നത് വരും മാസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും നിർണായകമായ ചോദ്യമായി തുടരും.